തൊടുക പ്രിയൽ മറിയാമിന്നരികെ ചെന്നെത്തി ചൊന്നാൻ ശ്ലോമോ നിന്നോട് കൂടുണ്ടുടയോ നിന്നിൽ നിന്നുദയം ചെയ്തിടുമീ ലോകം രക്ഷിപ്പാൻ തന്നെ. പരിശുദ്ധേ സാക്ഷാൽ പറയതാം ദൈവസുതൻ നിന്നിലുദിച്ചാൻ പൗലോസിൻ വചനം പോൽ നദിയെ മരുവിലൊഴുക്കിയൊരാ പറയഹോ പാവനയാ നിൻ സാദൃശ്യത്തെ വിശദം. പ്രഭാത വചനത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിശുദ്ധ സഭ പെന്തിക്കൊസ്തി പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ ദിനം കൂടിയാണ് ഇന്ന്. വിശുദ്ധ കുർബാന മധ്യേ 3 ശുശ്രൂഷകളായിട്ടാണ് പെന്തിക്കൊസ്തി പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ശുശ്രൂഷ പിതാവാം ദൈവത്തോടുള്ള മധ്യസ്ഥതയാണ്. രണ്ടാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് പുത്രനാം തമ്പുരാനോടുള്ള മധ്യസ്ഥതയാണ്. മൂന്നാമത്തെ ശുശ്രൂഷ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ റൂഹായോടുള്ള മധ്യസ്ഥതയാണ്. അങ്ങനെ ഈ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ പുതുതാക്കപ്പെടുകയാണ്. അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് നമ്മെ ആനയിച്ച പരമകാരുണ്യവാനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് രക്ഷിതാവുന്ന യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം വരുന്ന 50ാമത്തെ ദിനമാണ് പെന്തിക്കൊസ്തി പെരുന്നാളായി പരിശുദ്ധ സഭ ആഘോഷിക്കുന്നത്. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടുതൽ ഭാഗ്യവും സന്ദർഭവും അവസരവും പരിശുദ്ധ സഭ നൽകുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 16ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം 16ാമത്തെ അധ്യായത്തിന്റെ 7ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വായിക്കുന്നത് ദ ഹോളി സ്പിരിറ്റ് ഈസ് യുവർ ഹെൽപ്പർ എന്ന. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഹായകനാണ്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു സഹായകനായി പരിശുദ്ധാത്മാവിനെ വരച്ചു കാണിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, ആകുലതകളിൽ, സങ്കീർണതകളിൽ, നൂലാമാലകളിലെല്ലാം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് കരുത്തു പകരുന്ന സാന്നിധ്യമായി പരിശുദ്ധാത്മാവിനെ സുവിശേഷം പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമതായി അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം 6ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വചനം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളോട് പറയുന്നു. ദ ഹോളി സ്പിരിറ്റ് സാങ്ക്ടിഫൈസ് യു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് പാപപങ്കിലമായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മെ പരിപാവനമായ ജീവിതത്തിലേക്ക് ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലൂടെ കടത്തിവിടുവാൻ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനത്തിന്റെ 3ാമത്തെ അധ്യായത്തിന്റെ 18ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും പറയുന്നു. ദ ഹോളി സ്പിരിറ്റ് മേക്സ് യു മോർ ലൈക്ക് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്രിസ്തുവിന്റെ അനുകാരിയാക്കി തീർക്കുന്നു, ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്നു.
ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ സഹായിക്കുന്നു എന്നാണ്. അപ്പോസ്തലൻ പൗലോസ്ലീഹയുടെ വാക്കുകളിൽ ക്രിസ്തുവിൻ്റെ ചൂടടയാളം ധരിക്കാൻ, ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഏറെ സഹായിക്കുന്നു എന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ നാം മനസ്സിലാക്കുന്നത് ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് യു ടു ഡു യുവർ ഫാദേഴ്സ് വിൽ എന്നാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ നിർവഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളേറെ സഹായിക്കുന്നു. കർത്താവ് തന്റെ പരിശുശ്രൂഷ കാലത്ത് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ആചരിക്കുവാനല്ല, എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വർഗീയ പിതാവിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുവാൻ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സഹായിക്കുന്നു, പരിവർത്തനപ്പെടുത്തുന്നു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോസ്തലൻ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ദ ഹോളി സ്പിരിറ്റ് ഗിവ്സ് യു ഫോർ മിനിസ്ട്രി എന്നാണ്. പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ജീവിതം നിർവഹിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു, അതിനാവശ്യമായ കൃപാവരങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു എന്നാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ ഭൂമിയിൽ നിർവഹിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, അങ്ങയുടെ വിശാലമായ മുന്തിരിത്തോപ്പിൽ വിശ്വസ്തരായ വേലക്കാരായി വിളങ്ങുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ പൂർത്തീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോസ്തലൻ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പൗലോസ്ലീഹ പറയുന്നു, ദ ഹോളി സ്പിരിറ്റ് ഇംപാർട്സ് ലവ് എന്ന പരിശുദ്ധാത്മാവ് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്നാണ്. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ പ്രസക്തിയെയും പ്രാധാന്യത്തെയും കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരുവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരുക്കമുള്ള ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ നല്ല ഭാവങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് അപ്പോസ്തലൻ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ദ ഹോളി സ്പിരിറ്റ് ഗീവ്സ് ഹോപ്പ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയാണ്, പ്രത്യാശ നൽകുകയാണ്. നിരാശ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ, പ്രതീക്ഷകൾ മങ്ങിപ്പോയ നിങ്ങളുടെ ജീവിതത്തിൽ, ആകുലതകളുടെ കാർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ സമ്മാനിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രതീക്ഷാപൂർണം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നിങ്ങളെ തന്നെ ഒരുക്കുക എന്നാണ് അപ്പോസ്തലന്റെ ഭാഷ്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിക്കുന്നത് ദ ഹോളി സ്പിരിറ്റ് ടീച്ചസ് ആൻഡ് ഗീവ്സ് യു ഇൻസൈറ്റ്സ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടുതൽ ഉൾക്കാഴ്ചകളിലേക്ക് ആനയിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, വിശ്വാസത്തിന്റെ നിർമ്മല ഭാവങ്ങളെക്കുറിച്ച്, ആഴമായ വിശ്വാസത്തെക്കുറിച്ച് ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ നിറയുമ്പോൾ അവന് വിശ്വാസത്തിന്റെ അഗാധ തലങ്ങൾ പരിചയപ്പെടുകയാണ്. അവന് വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം കടന്നു വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുങ്ങി പ്രാർത്ഥന നിരതരായിരിക്കണമെന്ന് വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, ദ ഹോളി സ്പിരിറ്റ് ഗൈഡ്സ് യുവർ പ്രയേഴ്സ്. നിങ്ങളുടെ പ്രാർത്ഥനകളെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥന ചൈതന്യത്തിൽ നിറയുവാൻ, പ്രാർത്ഥനയുടെ അരൂപിയിൽ നിറയുവാൻ ഒരു വിശ്വാസിയെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുള്ള ഒരുവൻ തീക്ഷ്ണമായ പ്രാർത്ഥനാനുഭവം ഉള്ളവനായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഈ പെന്തിക്കുസ്തി പെരുന്നാളിന്റെ അനുഗ്രഹീതമായ സന്ദർഭത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അത്ഭുതപൂർവമായ ഒരു മാറ്റത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരുശലേമിലും യഹൂദ്യ മുഴുവനിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരും. കർത്താവിന്റെ അനുഗ്രഹീതമായ വചസ്സുകളാണ്. ദ ഹോളി സ്പിരിറ്റ് യൂസസ് യു ഫോർ ഇവഞ്ചലിസം. ദൈവത്തിന്റെ സുവിശേഷം സർവഭൂമിയിലും പ്രചരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു എന്നാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത്. കർത്താവിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ വ്യതിയാനങ്ങളാണ് സംഭവിക്കുക. സന്തോഷവും സമാധാനവും സ്നേഹവും, അങ്ങനെ ആത്മാവിന്റെ മുഴുവൻ ഫലങ്ങളെയും നമുക്ക് പ്രകാശിപ്പിക്കാൻ ഈ പെന്തിക്കൊസ്തി പെരുന്നാളിന്റെ അനുഗ്രഹീതമായ ആഘോഷ മുഖാന്തരമായിട്ട് തീരണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രോജ്വലിക്കുവാൻ, മങ്ങിപ്പോയ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാൻ ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പെന്തിക്കൊസ്തി പെരുന്നാളിന്റെ സർവ മംഗളങ്ങളും അനുഗ്രഹങ്ങൾ നേരുന്നു. അനുഗ്രഹീതമായ ഒരു കർത്തൃദിനത്തിന്റെ പ്രഭാതകാലവും സന്തോഷനിർഭരമായ ഒരു അനുഗ്രഹീത ദിവസവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻ മുഖശോഭ. പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻ മുഖശോഭ. ചാവിനായി നീ നൊന്തുവ ക്രൂശിൽ ചീന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി. ചാവിനായി നീ നൊന്തുവ ക്രൂശിൽ ചീന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി. കുരിശിൽ നിണമൊഴുക്കി ക്രിസ്തുനാമ കീർത്തനം സദാ.